യേശുവിനെയും പത്രോസിനെയും ആവരണം ചെയ്ത വിശുദ്ധമായ നിശബ്ദതയെപ്പറ്റി വിവരിച്ച് കർദിനാൾ ലൂയിസ് ആന്റോണിയോ ടാഗ്ലെ. 140 കോടി കത്തോലിക്കരുടെ ആത്മീയ തലവനായുള്ള പേപ്പൽ സ്ഥാനം ഔദ്യോഗികമായി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി ലയോ 14 പാപ്പയെ മുക്കുവന്റെ മോതിരം അണിയിച്ച കർദിനാൾ ടാഗ്ലെ കോൺക്ലേവ് അനുഭവങ്ങൾ വത്തിക്കാൻ ന്യൂസിനോട് വിവരിക്കുകയായിരുന്നു. മെയ് 8 കോൺക്ലേവിൽ വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ തന്റെ അരികിലിരുന്ന ലയോ 14 പാപ്പ എങ്ങനെ പ്രതികരിച്ചുവെന്ന് വത്തിക്കാനിലെ സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രിഫെക്ട് കൂടിയായ കർദിനാൾ ലൂയിസ് ആന്റോണിയോ ടാഗ്ലെ പങ്കുവച്ചു. പുഞ്ചിരിയും ദീർഘശ്വാസങ്ങളും മാറി മാറി പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു പാപ്പയുടെ ആദ്യ പ്രതികരണം. അത് ഒരേ സമയം വിശുദ്ധമായ ഉത്കണ്ഠയും പവിത്രമായ സന്നദ്ധതയും അറിയിക്കുന്നതായിരുന്നു. ഞാൻ അദ്ദേഹത്തിനു വേണ്ടി നിശബ്ദമായി പ്രാർത്ഥിച്ചു, കർദിനാൾ വത്തിക്കാൻ ന്യൂസിനോട് പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് ആവശ്യമായ വോട്ടുകളുടെ എണ്ണം, അതായത് 89 വോട്ടുകൾ എണ്ണിയെത്തിയ നിമിഷം ഫ്രാൻസിസ് പാപ്പയുടെ തിരഞ്ഞെടുപ്പിന് സമാനമായി ഇടിമുഴക്കത്തോടെയുള്ള കരഘോഷം ഉയർന്നു. കർദിനാൾമാർ തങ്ങളുടെ സഹോദരൻ കർദിനാൾ പ്രവോസ്റ്റനോട് സന്തോഷവും നന്ദിയും പ്രകടിപ്പിച്ചു. അത് യേശുവിനും പാപ്പയ്ക്കും ഇടയിലുള്ള ആത്മബന്ധത്തിന്റെ നിമിഷമായിരുന്നു. നമുക്ക് അതിൽ പ്രവേശിക്കാനോ തടസ്സപ്പെടുത്താനോ കഴിയില്ല. യേശുവിനെയും പത്രോസിനെയും ആവരണം ചെയ്ത വിശുദ്ധ നിശബ്ദത അനുഭവിച്ച നിമിഷങ്ങളെപ്പറ്റിയും കർദിനാൾ ഓർത്തെടുത്തു.